ഞാൻ എന്റെ നാട്ടിൽ ഞാൻ SSLC പരീക്ഷ എഴുതിയിട്ട് വീട്ടിൽ വന്നപ്പോ രാത്രിയിൽ എന്റെ അച്ഛൻ പറഞ്ഞു, നാളെ രാവിലെ 4 മണിക്ക് ഒരു സമ്മാനമുണ്ട് നിനക്കെന്ന്. പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ പറയുന്നത് ഒരു സമ്മാനമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്ത് സമ്മാനമാണ് അച്ഛാ? ആ സമ്മാനമുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ. ഞാൻ വലിയ താല്പര്യത്തോടു കൂടി 4 മണിക്ക് എഴുന്നേറ്റു. ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് നീളമുള്ളൊരു സാധനം എന്റെ കയ്യിൽ വെച്ചു. ഞാനത് അയച്ചു നോക്കിയപ്പോ ഈ റബ്ബർ ടാപ്പിങ്ങിന്റെ കത്തിയാണ്. കുന്നു കയറിക്കൊന്നു. ഇത് പഠിപ്പിക്കുകയായിരുന്നു. 16 വർഷം ആ തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്തു. അത് ചെയ്തുകൊണ്ടാണ് ഞാൻ MA വരെ പഠിച്ചത്. രാവിലെ ഈ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ പാല് ശേഖരിച്ചിട്ട് ഷീറ്റാക്കുന്ന പണി അച്ഛനെ. 300 മരം ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ തോട്ടം പഠിക്കാൻ പോയത്. ഞാൻ പറഞ്ഞു വന്ന അതല്ല. ഈ പഠിക്കാൻ പോകുമ്പോ എന്റെ അച്ഛന്റെ അച്ഛനുണ്ട്. അദ്ദേഹം ഒരു സ്കൂളിലും പോയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയുന്ന അത്ര ശ്ലോകങ്ങൾ ലോകത്തിൽ ആർക്കും അറിയില്ല. അദ്ദേഹം രാവിലെ ഞാൻ പുറപ്പെടുമ്പോ ഒരു കടലാസ് തുണ്ടെനിക്ക് തരും, ഒരു ശ്ലോകം എഴുതി തരും. ഈ ശ്ലോകം ഈ ടാപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് ബൈഹാർട്ടാക്കിയിട്ട് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പൊ എനിക്ക് എത്ര ശ്ലോകം അറിയാം എന്ന് ഞാൻ കണക്കെടുത്ത് നോക്കിയാൽ ഞാൻ എത്ര ദിവസം ടാപ്പിംഗ് ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്ക് കിട്ടും. ഒരു ദിവസത്തെ ടാപ്പിങ്ങിനിടയിൽ ഒരു ശ്ലോകം പഠിപ്പിക്കും. അതാണ് എൻ്റെ പൈതൃകത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സമ്പത്ത്.